സോഷിറോയ്ക്ക് 18 വയസ്സുള്ളപ്പോൾ ആഷോക്കയുടെ മുതലാളി അയാളെ ടോക്കിയോ നഗരത്തിൽ നിന്ന് 500 മൈൽ മാറി ഹോൺഷു ദ്വീപിന്റെ വടക്കൻ പ്രാന്തങ്ങളിലുള്ള മോറിയോക്ക എന്നൊരിടത്തേക്ക് പറഞ്ഞയക്കുന്നു. അവിടെ കേടായി കിടന്നൊരു ഫയർ എഞ്ചിൻ നേരെയാക്കാൻ വേണ്ടിയാണ് അയാളെ പറഞ്ഞു വിടുന്നത്. അവിടുത്തെ എണ്ണം പറഞ്ഞ ലോക്കൽ മെക്കാനിക്കുകൾ പഠിച്ച പണി 18 ശ്രമിച്ചിട്ടും നടപടിയാവാത്ത കേസാണിത്. ടോക്കിയോയിൽ നിന്ന് സീനിയർ മെക്കാനിക്കുകളിൽ ഒരാളാകും വരുന്നത് എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഫയർ കമ്പനി ഉടമയും അവിടുത്തെ പണിക്കാരുമൊക്കെ സോഷിറോ എന്ന 18-കാരൻ കിളുന്തു പയ്യനെ കണ്ടപ്പോൾ നിരാശനായി. അന്ന് അയാൾക്ക് താമസിക്കാനായി വൈകുന്നേരത്തോടെ അറേഞ്ച് ചെയ്തു കൊടുത്ത മുറിയിൽ ആ അനിഷ്ടത്തിന്റെ പ്രതിഫലനമുണ്ടായിരുന്നു. അവിടുത്തെ ഒരു സത്രത്തിൽ ജോലിക്കാരുടെ മുറിയോട് ചേർന്ന് ഒരു കുടുസു മുറിയാണ് ആദ്യം അവർ ഏർപ്പാടാക്കി കൊടുക്കുന്നത്. പരിഹാസ രൂപേണയുള്ള ചോദ്യങ്ങൾ പലതും ചോദിച്ച് അവർ അയാളെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിച്ചു. അതിലൊന്നും ശ്രദ്ധ കൊടുക്കാതെ എഞ്ചിൻ പൊളിച്ചടുക്കുന്ന സോഷിറോ 3-ാം ദിവസം കേടുതീർത്ത് അതിനെ വീണ്ടും അസംബിൾ ചെയ്തു. എഞ്ചിൻ പഴയതിനേക്കാൾ ഉഷാറോടെ സ്റ്റാർട്ടായി പ്രവർത്തിക്കുകയും ചെയ്തു. വൈകുന്നേരത്തോടെ ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി സത്രത്തിലെ തന്നെ മുറിയിലേക്ക് മടങ്ങി വരുന്ന സോഷിറോ ആ കുടുസുമുറിയിൽ തൻ്റെ ലഗേജ് കാണാൻ റിസപ്ഷനിൽ തിരക്കി. അപ്പോഴാണ് അയാൾ അറിയുന്നത് ഒരല്പനേരം മുമ്പ് ഫയർ സ്റ്റേഷനിൽ നിന്ന് ആരോ വന്ന് അയാളുടെ റൂം ആ സത്രത്തിലെ ക്ലാസ് എ റൂമാക്കി കൺവേർട്ട് ചെയ്തിരിക്കുന്നു. അന്ന് രാവിലെ വരെ വെറും ഒരു അപ്രന്റീസ് മാത്രമായി ആളുകൾ കണക്കാക്കിയിരുന്ന അയാൾ ആ എഞ്ചിൻ തിരികെ പ്രവർത്തനക്ഷമമാക്കിയതോടെ എക്സ്പെർട്ട് മെക്കാനിക്കായി മാറിക്കഴിഞ്ഞിരിക്കുന്നു.